അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ ആരംഭിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏതാണ്ട് കുറേയേറെ വിഷയങ്ങൾ നമുക്കിങ്ങനെ ഒരു മജ്ലിസിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. കേട്ട കാര്യങ്ങളെല്ലാം അമലിലേക്ക്, കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഒരുങ്ങേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താർ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ഈ ഒരു സദസ്സിൽ അടുത്തിരിക്കുന്നതിനേക്കാളും അടുത്താണ് മരണം എന്ന ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പലപ്പോഴും സാധാരണ വയസ്സൊക്കെയായി അങ്ങനെയുള്ള ഒരു മരണം, അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. പക്ഷെ അതിനിടയിൽ യാദൃശ്ചികമായി ആരിലേക്കും കടന്നു വരാവുന്ന ഒന്നാണ് അതെന്നിലേക്കും എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ഞാൻ സാധാരണ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് കുവൈറ്റിൽ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ കല്യാണാലോചനകളൊക്കെ നാട്ടിൽ നടത്തി അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഡേറ്റ് അടക്കം ഫിക്സ് ചെയ്ത് ആവശ്യമുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഡ്രസ്സും മറ്റുമൊക്കെ വാങ്ങി നാട്ടിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയൊരു തലവേദന വന്നു. അത് മാറാതായപ്പോൾ പരിശോധിച്ചു. അത് പിന്നീട് ക്യാൻസറാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ചികിത്സകൾ തുടർന്നു. നിശ്ചയിച്ച വിവാഹ തീയതി മാറ്റിവെച്ചു. ഇവിടുന്ന് കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ബാക്കിയായി. അദ്ദേഹം മരണപ്പെട്ടു. വിവാഹവും നടന്നില്ല. അപ്പോൾ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളതല്ല, മറിച്ച് ഒരുക്കങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ തയ്യാറെടുപ്പുകളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടാവണം. പക്ഷെ മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ നീ എന്നെന്നും ഇവിടെ ജീവിക്കേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി നീ ദുനിയാവിന് വേണ്ടി പണിയെടുത്തു. പക്ഷെ നാളെ മരിക്കേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി പരലോകത്തിനും വേണ്ടി പണിയെടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദുനിയാവ് മാറ്റിവെക്കാനല്ല. നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന ദുആയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾ നീ എനിക്ക് നന്മയായി നിശ്ചയിച്ചിട്ടുണ്ടോ അതെല്ലാം നീ എനിക്ക് തരണം. പരലോകത്തും നീ നിശ്ചയിച്ചിട്ടുള്ള നന്മകളെല്ലാം എനിക്ക് തരണം എന്നതാണ്. അപ്പൊ ദുനിയാവിനെ മാറ്റിവെക്കണം എന്നുള്ളതല്ല, ദുനിയാവ് വേണം. അതിലുപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതുപോലെ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, ബോധവും വേണം. പരലോകമാണ് ഏറ്റവും ഹൈറായത്,
ആ ഹൈറിനെ നമ്മൾ നേരെ തല തിരിക്കരുത്. അബുക്ക എന്ന് പറഞ്ഞാൽ എന്താ? എന്നെന്നും അവശേഷിക്കുന്നത് എന്നാണ്. അപ്പൊ ആ ഒരു ബോധം നമുക്ക് തീർച്ചയായും വേണം. വിശുദ്ധ ഖുർആൻ മരണത്തെപ്പറ്റി പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്ത് ഏത് പടപ്പ് വിചാരിച്ചാലും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് അസാധ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്ത് കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സക്രത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണവെപ്രാളം. ആ മരണം ശരിക്ക് വന്നു. കാലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിണയും, വേദന സഹിക്കാൻ പറ്റാതെ വരും. ആ ഒരു വെപ്രാള സമയം, അവിടെ നിന്ന് നീ ഒന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നിനക്കതിന് സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ, ഇത് ഇവിടെ കുറച്ച് സ്ഥലം ഒഴിവുണ്ട്, ഇങ്ങോട്ടിരുന്നു, ഇങ്ങോട്ട്. ഒരാള് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണെന്ന് ആലോചിച്ചിട്ട് അയാള് ഒരാൾക്കും കയറി വരാൻ പറ്റാത്ത നല്ല ബലവത്തായ ഒരു കോട്ടയുണ്ടാക്കി. എന്നിട്ട് ആ കോട്ടയ്ക്കുള്ളിൽ അയാൾ പോയി ഒളിക്കുകയാണ്. എനിക്ക് മരിക്കണ്ട, മരണം എന്നെ കീഴടക്കരുത് എന്നൊരാൾ വിചാരിച്ചിട്ട് അയാൾ അങ്ങനെ പോയി ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ ആർക്കും കടക്കാനാവാത്ത സുരക്ഷിതമായ ഒരിടത്ത് പോയി ഒളിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 78-ാം വചനത്തിൽ പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എവിടേക്ക് നിങ്ങൾ പോയാലും, എവിടെയെല്ലാം നിങ്ങൾ പോയി ഒളിച്ചാലും ആ മരണം നിങ്ങളെ പിടികൂടും. ആ മരണം നിങ്ങളെ പിടികൂടി കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത്, നല്ല ബലവത്തായ ഒരു കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഗോപുരത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നതെങ്കിൽ പോലും. അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മരുന്നില്ല. ലോകത്ത് എന്തെല്ലാം രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചാലും, ഈ അടുത്തൊരു വാർത്ത കണ്ടു, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പറഞ്ഞതാണ്, അതൊരു സത്യമാണ്. മരണം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. മരിക്കും എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞത്, മരണം ആസ്വദിക്കും എന്നുള്ളതാണ്. ആ വാക്കിന് ചില അർത്ഥ തലങ്ങളുണ്ട്. സൂറത്തുൻ നിസായിലെ 3-ാം അധ്യായം, സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ആയത്ത്. എന്താ ആയത്തിന്റെ അർത്ഥം? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്ത നന്മകൾക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം ലഭിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ഒരാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവൻ വിജയിയാകുന്നത്, ജേതാവാകുന്നത്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതവും അതിലെ വിഭവങ്ങളും വഞ്ചിച്ച് കളയുന്ന ചരക്കു മാത്രമാണ്. ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആയത്ത് തുടങ്ങിയത് മരണം പറഞ്ഞിട്ടാണ്. ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിച്ചത് ദുനിയാവ് പറഞ്ഞിട്ടാണ്. എന്താ തമ്മിലുള്ള കണക്ഷൻ എന്നറിയോ? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മരണം അത് നിങ്ങൾ രുചിക്കും ആസ്വദിക്കും എന്നാണ്. സൗഖ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്നാണ്. ടേസ്റ്റ്, രുചി എന്നാണ് അതിന്റെ അർത്ഥം. മരണം നിങ്ങൾ രുചിക്കും എന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ നന്മകൾക്കുമുള്ള പ്രതിഫലം അള്ളാഹു ഇവിടെയല്ല പൂർണ്ണമാക്കി തരിക. അതിന് കൂലി ഇവിടെ കിട്ടും, പക്ഷെ പരലോകത്താണ് അതിൻ്റെ എല്ലാം പരിപൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന്. ഇവിടെ നമുക്ക് ചുറ്റും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന
ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്. നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമ്മുടെ കച്ചവടവും നമ്മുടെ ഇണകളും മക്കളും എല്ലാം ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളാണ്. മഈഷത്ത് നമ്മൾ പറയാറില്ലേ, മഈഷത്ത് നമ്മൾ സാറിന് പറയുന്ന വാക്കാണ്. മഈഷത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ദുനിയാവില് നമ്മൾ കാണുന്ന എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുന്ന ആനന്ദങ്ങളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ദുനിയാവിലെ കേവലം വിഭവമാണ്. വിഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വിഭവമാണ്? വഞ്ചിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് ദുനിയാവ് കണ്ട് നിങ്ങൾ ഒരിക്കലും ആഖിറം മറന്നു കളയരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പൈസ ഇഷ്ടം പോലെ ഇങ്ങനെ വരും, പക്ഷെ വരുന്ന സമയത്ത് ഒന്ന് നോക്കണം, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ശരിക്കും നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു പറഞ്ഞത് മരണം രുചിക്കും എന്നുള്ളതാണ്. ഈ ദൗക്കുൽ മൗത്ത്, അതായത് മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കറിയണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യവേള എങ്ങനെയായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ദിവസങ്ങളെത്തിയപ്പോ പിന്നെ പത്നിമാര് ഭാര്യമാരുടെ ഒക്കെ കൂടെ നിന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ആയിഷയുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹു ചില ഹിക്മത്ത് അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അങ്ങനെ എല്ലാവരും അനുമതി നൽകുകയാണെങ്കിൽ റസൂലുള്ള ആയിഷാന്റെ കൂടെ നിൽക്കട്ടെ റളിയല്ലാഹു അൻഹ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. അവസാന സമയം എത്തിയപ്പോൾ അവിടെ ഒപ്പം ആരുണ്ട്? മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ലൊരു അസുഖം വന്നിട്ടാണ്, നല്ല പനിയും നല്ല തലവേദനയും വന്നിട്ടാണ് മരണത്തിലേക്കുള്ള രോഗം തുടങ്ങുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ രോഗം ഇങ്ങനെ കുറഞ്ഞു വന്നു. അപ്പൊ സ്വഹാബികൾക്കൊക്കെ സന്തോഷമായി, അവരെല്ലാം ജോലിക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല ആശ്വാസമുണ്ട് എന്ന് എല്ലാവരും വിചാരിച്ച ദിവസം എല്ലാവരും എന്ത് ചെയ്തു? അവരവരുടെ മൈഷത്തിന് തേടിപ്പോയി. പ്രവാചകൻ വഫാത്താകുന്ന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അസുഖം കൂടി. ഏതാണ്ട് ഒരു ളുഹാ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അപ്പൊ ആ സമയത്ത് പ്രവാചകന് വേദനയൊക്കെ ഇങ്ങനെ കൂടി വന്നു. അപ്പൊ പ്രവാചകന്റെ ആ വേദനയും വിഷമവും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മകൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് നല്ല വേദനയുണ്ട് മോളെ. 2 ആളുകൾക്ക് ശരീരമാസകലം അനുഭവപ്പെടുന്ന അതികഠിനമായ വേദന അതിപ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സംസാരങ്ങളൊക്കെ നടത്തുന്നു, അതുപോലെ തന്നെ വസിയത്തുകൾ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് സൂറത്തുൽ ഫലക്കും നാസൊക്കെ ഊതിയിട്ട് ശരീരമൊക്കെ നന്നായി തടവി കൊടുക്കുന്നുണ്ട്. ആ കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത്, അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുണ്ട്. അപ്പൊ പ്രവാചകന്റെ ആ വേദനയും വിപ്രാളൊക്കെ കണ്ടപ്പോൾ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് സഹിക്കാനാവാത്ത ഒരു വേദനയുണ്ട് മോളെ എന്ന് പറയാണ്. അങ്ങനെ അതികഠിനമായ ആ ഒരു വേദന. അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്ന അവസാന വാക്കുകളുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല, മരണത്തിന് അതികഠിനമായ വേദനയുണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം പ്രവാചകന്റെ കരങ്ങൾ ഇങ്ങനെ ഉയർന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് ആ ദുആയ്ക്കിടയിൽ പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ താന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. അപ്പൊ ഈ ലോകത്ത് മരണവേദന എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ചെറിയ വേദന അനുഭവിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഏറ്റവും ചെറിയ വേദന അനുഭവിച്ചത്. അപ്പൊ പ്രവാചകൻ പറയണേ, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ അതാണ് എന്ത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ മരണവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ വേദനയല്ല, മരണത്തിനൊരു വേദനയുണ്ട്. ആ വേദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത്, നമ്മുടെ പര്യവസാനം ഏറ്റവും നന്നാക്കി പെരുമാറാവട്ടെ. മരണവേളയിൽ 2 ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്
സന്തോഷത്തോടുകൂടി, ആ വേദനയ്ക്കിടയിലും സന്തോഷത്തോടു കൂടിയുള്ള ഒരു അഭിവാദ്യം അവിടെ കേൾക്കാം. മറ്റൊന്ന്, സഹിക്കാനാവാത്ത വേദനകൾക്കിടയിൽ വിലാപത്തിന്റെ ഒരു ശബ്ദം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അതിൽ ഒന്ന് വിലാപത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് ആനന്ദത്തിൻ്റെതും സന്തോഷത്തിൻ്റെതുമാണ്. അതിൽ വിലപിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലെ 199 100 വചനങ്ങളിലൂടെ പറയുകയാണ്, ചില ആളുകൾക്ക് തൊണ്ടക്കുഴിയിൽ മരണം വന്നെത്തുന്ന സമയത്ത് ഹത്താ ഇദാ ജാഅഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. റബ്ബ് പറയാൻ, ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, ചില ആളുകളിലേക്ക് മരണം വന്നെത്തുമ്പോ ഖാല റബ്ബിർജിഊൻ, അവൻ പറയുകയാണ്, എന്നെ റബ്ബേ ഒന്ന് മടക്കിത്താ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം പരിഹരിച്ച് അമലുസ്വാലിഹാത്തുകൾ ഞാൻ ചെയ്യാം റഹ്മാനേ. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. റബ്ബ് പറയാൻ, അത് വെറും ഒരു വാക്കാണ്. ഇനി അവനെ മടക്കി അയച്ചാലോ അവൻ പഴയപടി തന്നെ ജീവിക്കോളൂ, ഒരു മാറ്റം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് വിലാപമാണ്. ഫീമാ തറക്ത്, എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതുപോലെയുള്ള സദസ്സുകളിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. പലിശ വാങ്ങരുത്, അത് വലിയ പാപമാണ്. സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് പോലും ഞാൻ ക്ലാസ്സുകളിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട്, ഞാൻ പലിശ ഇടപാട് നടത്തിയിട്ടുണ്ട്, ഞാൻ ലോണുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന വീഴ്ചയാണ്. ഓരോ കാര്യങ്ങളും, നമസ്കാരത്തെ പറ്റിയും ജമാഅത്തിനെ പറ്റിയും സുബഹിക്ക് പള്ളിയിൽ പോകുന്നതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, എൻ്റെ ജമാഅത്തുകൾ മുടങ്ങിയിട്ടുണ്ട്, എൻ്റെ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വിശ്വാസം എൻ്റെ റബ്ബിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ജാറങ്ങൾക്കും അക്ബറുകൾക്കും മുമ്പിൽ പോയി അവിടെ മറമാടപ്പെട്ടവരോട് ഞാൻ തേടി എൻ്റെ ആവലാദികൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വീഴ്ചകൾ, ഇതെല്ലാം പറയണം. ഇതൊക്കെ ഞാൻ പരിഹരിച്ച് നല്ല ഒരു മനുഷ്യനാകാം റബ്ബേ എന്ന് വിലപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിലപിക്കുന്ന നിർഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. പിന്നെ ചില ആളുകൾ, മലക്കുകൾ വരും കണ്ണെത്താ ദൂരത്തേക്ക്. മലക്കുൽ മൗത്ത്, മരണം ഏറ്റുവാങ്ങാൻ, റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന ഒരു മലക്കല്ല എന്നാണ്, 1000 മലക്കുകൾ ഓരോരുത്തരുടെ അടുത്തേക്കും, ഒരുപാട് മലക്കുകൾ. അവൻ നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തേക്ക് മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കും, ഏറ്റവും മനോഹരമായ കണ്ണിന് ആനന്ദം നൽകുന്ന രൂപത്തിൽ വെള്ള വസ്ത്രമണിഞ്ഞ് നല്ല സുഗന്ധം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ ആ മരിക്കാൻ പോകുന്ന മനുഷ്യനോട് ഈമാനുള്ളവനാണെങ്കിൽ മലക്കുകൾ അവർക്കൊരു അഭിവാദ്യം നൽകും. എന്താ അഭിവാദ്യം? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, നിന്റെ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടു, നിന്റെ റബ്ബിനെയും നീ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നീ മടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ, അഭിവാദ്യങ്ങൾ നേരുകയാണ് ഈ മലക്കുകൾ നേരുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മടക്കം അവൻ ലഭിക്കുകയാണ്. ഒരു കൂജയിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നത് പോലെ ആ മലക്കുകൾ എന്ത് ചെയ്യും? അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകും. 1-ാം ആകാശവും 2-ാം ആകാശവും 3-ാം ആകാശവും കഴിഞ്ഞ് 7 ആകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മനുഷ്യന്റെ പേര് ഇല്ലീനിൽ രേഖപ്പെടുത്തൂ എന്ന് പറയാണ്. അവിടെ ആ മനുഷ്യൻ സന്തോഷത്തിലാണ്, ആ മലക്കുകൾ സന്തോഷത്തിലാണ്, റബ്ബ് അവനെ പറ്റി സന്തോഷിക്കുകയാണ്. ആ ഒരു മടക്കമാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും. അതുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അൻത വലി ഫിദ്ദുനിയാ വൽആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് നടത്തിയ പ്രാർത്ഥനയാണ്. അൻത വലി ഫിദ്ദുനിയാ വൽആഖിറ, അല്ലാഹുവേ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നീയാണ് രക്ഷാധികാരി.
തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി നീ ഏറ്റെടുക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനയൊക്കെ പഠിച്ച് ഈ റമദാനിൽ ആവർത്തിച്ച് ചൊല്ലുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു പര്യവസാനം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ റബ്ബ് സുബ്ഹാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.